ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു ബീഡ്സ് വർക്കാട്ടോ ചെയ്യുന്നത്. ചുരിദാറിൻ്റെയൊക്കെ നെക്കിൻ്റെ പോർഷനിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാട്ടോ. നമുക്ക് ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. നമ്മളിന്ന് ഈ ഒരു വർക്കാട്ടോ ചെയ്യുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അത് കുറച്ച് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കട്ട് ബീഡ്സ് വളരെ കുറച്ച് കട്ട് ബീഡും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് ചെയ്യാനായിട്ട് 4 തരം ബീഡ്സ് ആട്ടോ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ വൈറ്റ് ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്, ചെറിയ ട്യൂബ് ബീഡ് ഉണ്ട്. ഇത് ഷുഗർ ബീഡിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ സൈസ് ആട്ടോ ഈ ഒരു 2 കളറും. ഇത് ഫ്ലവർ കൊടുക്കാനുള്ളതാണ് കേട്ടോ. നമ്മളൊരു ബ്രാഞ്ചും അതിൻ്റെ കുറച്ച് ബ്രാഞ്ചസ് ആട്ടോ അങ്ങനെ വരച്ചിട്ട് ഒരു ഫ്ലവറും കൂടിയാണ് വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഈ ഒരു ബ്രാഞ്ച് ഇങ്ങനെ തുന്നി കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു മെയിനായിട്ടുള്ള ഈ ഒരു ബ്രാഞ്ചായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയ ഷുഗർ ബീഡാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. രണ്ട് ബീഡ് നമ്മൾ തുന്നി കൊടുത്തു. ഇനി 2 ബീഡിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി ഒന്ന് നീക്കി തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 ബീഡ് കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അവസാനം ഇട്ട ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സൂചി അവിടെ തന്നെ ഇറക്കി കൊടുക്കുക. നമ്മളിനി അടുത്ത ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് 2 ബീഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് അവസാനം ഇട്ട ബീഡിൻ്റെ ഉള്ളിൽ കൂടെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ. അവിടെ തന്നെ സൂചി ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെമ്മ് ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ ബ്രാഞ്ചുകളും നമ്മളിങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നടുവിലുള്ള ഈ ഒരു തണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 2 സൈഡിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ തണ്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ ഒരു തണ്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സൂചി ഒന്ന് കയറ്റി കൊടുക്കാം. സൂചി ഒന്ന് കയറ്റിയിട്ട് ഈ ഒരു ബീഡിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ സൂചി ഈ ഒരു ബീഡിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്നിവിടെ തുന്നി കൊടുക്കാം. സൈഡിലേക്ക് ചെരിച്ചിട്ട് തുന്നി കൊടുക്കാം കേട്ടോ. ഇനി 2 ബീഡിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി ഒന്ന് നീക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം 2 ബീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കുക കേട്ടോ. അവിടെ തന്നെ സൂചി ഇറക്കി കൊടുക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത്. നമ്മൾ ആദ്യം 2 ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അവിടെ തന്നെ കുത്തിയിറക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലൈനൊന്നും തെറ്റാതെ നേരെ തന്നെ ഇങ്ങനെ പൊക്കോളൂ കേട്ടോ. ഏത് നമ്മുടെ വരച്ചിരിക്കുന്ന അതേ ഇതുമ്മ കൂടെ തന്നെ നമ്മൾ സൂചി കയറ്റി കൊടുക്കുക. ഇങ്ങനെ ബാക്ക് സ്റ്റിച്ചാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുമ്പോൾ നല്ല ഉറപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ ഒരു ചെയ്ത വർക്ക് നമുക്കിങ്ങനെ ഇളകി പോകില്ല, നല്ല ഉറപ്പിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ ലൈനൊന്നും തെറ്റാതെ തന്നെ പോവും ചെയ്യും കേട്ടോ. ഈ 2 ബീഡും കൂടി എടുത്തിട്ട് അവസാനത്തെ ഈ ബീഡിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കാം കേട്ടോ. അവസാനം ഇട്ടതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ കയറ്റി കൊടുക്കുക.
അങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ ബ്രാഞ്ചുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവറുകൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ ഡോട്ടിൻ്റെ ഉള്ളിലേക്ക് സൂചി കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ എന്നിട്ട് ചെറിയൊരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് കളർ ബീഡ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു നടുവിൽ തന്നെയായിട്ട് നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട്. അതിനോട് ഉറപ്പിച്ചിട്ട് ഒന്നുകൂടെ സൂചി കയറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ സൂചി കയറ്റി കൊടുത്തിട്ട് ഒരു 6 ബീഡ് കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നടുവിൽ കൊടുത്തിരിക്കുന്ന ബീഡിൻ്റെ ചുറ്റും നമ്മൾ ഈ ഒരു 6 എണ്ണം നമ്മൾ കയറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നൂല് കയറ്റിയോടെ തന്നെ നമ്മൾ ആദ്യം സൂചി കുത്തി ഇറക്കുകയാണ്. നമ്മൾ ഈ നൂല് കയറ്റിയോടെ തന്നെ സൂചി കുത്തി ഇറക്കിയിട്ട് ഈ ബീഡിനെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫ്ലവർ പോലെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു 6 എണ്ണത്തിന് നമ്മളിവിടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. ചുറ്റും ഒന്ന് തുന്നി കൊടുക്കുക. ഇതിൻ്റെ ചുറ്റും നമ്മളൊന്ന് തുന്നി കൊടുത്ത് ഇതിനെ ഉറപ്പിച്ച് നിർത്തുക കേട്ടോ. ഈ 6 ബീഡിനെയും ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും വേറൊരു കളർ ബീഡും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലവർ പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ചുറ്റും നമ്മൾ ഈ ഒരു കളർ ബീഡാട്ടോ ചെയ്യുന്നത്. ഒരു 12 എണ്ണം നമ്മൾ സൂചിയിൽ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മൾ സൂചി ആദ്യം കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 12 എണ്ണം നമ്മൾ ഈ സൂചിമേ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 12 എണ്ണ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ ചുറ്റും ഈ ഒരു ഫ്ലവറിൻ്റെ ചുറ്റും നമുക്കൊന്ന് മറ്റൊരു റൗണ്ടും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ നൂല് നമ്മൾ എവിടെ നിന്നാണോ കയറ്റിയത് അവിടെ തന്നെ നമ്മൾ ഈ സൂചിനെ കുത്തിയിറക്കാൻ പോവാണ് കേട്ടോ. ഈ സൂചി കയറ്റിയോടെ തന്നെ നമ്മൾ ആദ്യം സൂചി നമ്മൾ കുത്തി ഇറക്കുകയാണ്. നമുക്കൊരു റൗണ്ടായിട്ട് കിട്ടും. ആ റൗണ്ടിനെ നമ്മളൊന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചുറ്റും ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സൂചി എടുത്തിട്ട് ഈ 12 എണ്ണം ഇട്ടതിനെ നമ്മളിവിടെ ഉറപ്പിച്ച് നന്നായിട്ട് കൊടുക്കുക. ചുറ്റും ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഒരു നല്ലൊരു ഫ്ലവറായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ഫ്ലവറും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നമ്മൾ ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കട്ട് ബീഡാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ലീഫ് പോലെ നമ്മൾ കട്ട് ബീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സൂചി ഇവിടെ കയറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു വരയിട്ട് കൊടുത്ത് നമ്മൾ സൂചി കയറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കട്ട് ബീഡ് എടുത്തിട്ട് നമ്മളൊന്ന് ചെരിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മളൊന്ന് നീക്കി കുത്തി കൊടുക്കുന്നുണ്ട്. ഈ ഒരു വൈറ്റ് കട്ട് ബീഡ് എടുത്തിട്ട് ഒന്ന് ചെരിച്ച് കുത്തി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ എല്ലാവരുടെയും നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വർക്ക്.